Good evening, welcome to Civilians. ഇന്ന് നമ്മൾ കോൺക്രീറ്റ് ടെക്നോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ കോൺക്രീറ്റ് ടെക്നോളജി എന്ന് പറയുന്നത് കോൺക്രീറ്റിനെ കുറിച്ച് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. പക്ഷേ നമുക്ക് വലുതായിട്ടൊന്നും പഠിക്കേണ്ട, നമുക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് നമുക്ക് നോക്കി പോവാം. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്ജക്റ്റിലേക്ക് കിടക്കാം. സോ എല്ലാവർക്കും അറിയാം കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് മെറ്റീരിയൽസ് ആണെന്ന്. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസിൻ്റെ കോമ്പിനേഷൻ ആണെന്ന് ചോദിച്ചാൽ സിമെൻ്റ് ഉണ്ട്, അഗ്രിഗേറ്റ്സ് ഉണ്ട്, വാട്ടർ ഉണ്ട്, ആൻഡ് മോർ ഓവർ അഡ്മിക്സ്ചേഴ്സ്. ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ആ വസ്തുവിനെ വിളിച്ച പേരാണ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, സിമെൻറ്റിനെ കുറിച്ചാണ് നമുക്ക് ആദ്യം ഒന്ന് നോക്കേണ്ടത്. അതിനുശേഷം നമുക്ക് അഗ്രിഗേറ്റ്സിലേക്കും പിന്നെ അഡ്മിക്സ്ചേഴ്സിലേക്കും വാട്ടറിനെയും കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സിമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സിമെൻ്റ് എന്ന് പറയുന്ന ഒരു ബൈൻഡിങ് മെറ്റീരിയൽ, സിമെൻ്റ് എന്ന് പറയുന്നത് ഒരു ബൈൻഡിങ് മെറ്റീരിയലാണ്. ഈ ബൈൻഡിങ് മെറ്റീരിയൽ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് അറിഞ്ഞിരിക്കുക. PSC എക്സാമിന് ചോദിക്കാറുണ്ട്. പുള്ളിയുടെ പേരെന്ന് പറയുന്നത് ജോസഫ് ആസ്പിഡിൻ എന്നാണ്. ജോസഫ് ആസ്പിഡിൻ എന്നാണ്. അപ്പം ഈ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ. സോ സിമെന്റ് എന്ന് പറയുന്ന ഒരു ബൈൻഡിങ് മെറ്റീരിയൽ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ജോസഫ് ആസ്പിഡിൻ എന്നാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. കാരണം ഇൻഗ്രീഡിയൻസ് ആണ് എപ്പോഴും ഒരു സിമെന്റ് എന്ന് പറയുന്ന മെറ്റീരിയലിനെ കുറിച്ച് കൂടുതലായിട്ട് PSC ചോദിക്കാറുള്ളത്. അത് ചോദിക്കുന്നുണ്ടെങ്കിൽ, സിമെന്റ് എന്ന് പറയുന്ന മെറ്റീരിയലിൽ നിന്ന് ചോദ്യം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചാണ് യൂഷ്വലി ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. അപ്പം സിമെന്റിന്റെ ഇൻഗ്രീഡിയൻസിനെ പഠിക്കുന്നതിനേക്കാളും ഞാൻ കുറച്ചും കൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു സിമെന്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ എടുക്കുമ്പോൾ ആ സിമെന്റിലേക്ക് ആദ്യം വേണ്ട വസ്തു എന്ന് പറയുന്നത് ബൈൻഡിങ് പ്രോപ്പർട്ടിയാണ്. ബൈൻഡിങ് പ്രോപ്പർട്ടി കഴിഞ്ഞ് അടുത്തത് വേണ്ടത് സ്ട്രെങ്ത് ആണ്. സിമെന്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ അത്യാവശ്യം സ്ട്രെങ്ത് നൽകണം. പിന്നെ വോളിയം ചേഞ്ച് ഉണ്ടാകാൻ പാടില്ല. ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് ബി സൗണ്ട്നെസ് വേണം. പിന്നെ സെറ്റിംഗ് ടൈം, അതായത് ഒരുപാട് താമസിച്ചും ഒരുപാട് പെട്ടെന്നും സെറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽ ആയിരിക്കണം സിമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് മോർ ഓവർ കളറും ഹാർഡ്നെസ്സും വേണം. ഇത്രയും പ്രോപ്പർട്ടികൾ അടങ്ങിയ ഒരു മെറ്റീരിയലാണ് സിമെന്റ് എന്ന് പറയുന്നത്. ബൈൻഡിങ്, സ്ട്രെങ്ത്, സൗണ്ട്നെസ്, സെറ്റിംഗ്, കളർ ആൻഡ് ഹാർഡ്നെസ്. അപ്പം ഇതിനൊക്കെ വേണ്ടി സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബൈൻഡിങ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി നൽകുന്നത് ലൈമാണ്. സ്ട്രെങ്ത് നൽകുന്നത് സിലിക്ക. സൗണ്ട്നെസ് പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ വോളിയം ചേഞ്ച് ഉണ്ടാകാതെ പിടിച്ചു നിർത്തുന്നത് സൾഫർ ആണ്. സെറ്റിംഗ് ആക്ഷൻ കൺട്രോൾ ചെയ്യുന്ന രണ്ട് പേരാണ്, ഒന്ന് അലുമിനിയം പിന്നൊന്ന് ജിപ്സവും. കളറും ഹാർഡ്നെസ്സും നൽകുന്നത് രണ്ട് വ്യക്തികളുണ്ട്, ഒന്ന് അയൺ ഓക്സൈഡും പിന്നൊന്ന് മെഗ്നീഷ്യ. ഈ ഒരു ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇൻഗ്രീഡിയൻസിലുള്ളത്. ഇനി ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഒരു പെർസെൻറ്റേജ് വേണം, എത്ര ശതമാനമാണ് അടങ്ങിയിരിക്കുന്നതെന്ന്. അപ്പോൾ അതും കൂടെ അറിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ലൈം എന്ന് പറയുന്നത് ഏകദേശം 62 to 67% ആണ്. 62 to 67%. സിലിക്ക എന്ന് പറയുന്നത് ഏകദേശം 17 to 25%. സൾഫർ എന്ന് പറയുന്നത് ഏകദേശം 1 to 3%.
അലുമിനിയത്തിലേക്ക് വരുമ്പോൾ അത് ഏകദേശം 3 to 8% വരുന്നു. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജിപ്സത്തിന്റെ പെർസെൻറ്റേജ്. ഇറ്റ്സ് 3 to 4%. 3 to 4%. അയൺ ഓക്സൈഡിലേക്ക് വരുമ്പോൾ അയൺ ഓക്സൈഡിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 3 to 4 തന്നെയാണ്. ആൻഡ് മെഗ്നീഷ്യയുടേത് 2 to 3%. 2 to 3%. അപ്പം ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് സിമെന്റിനെ സംബന്ധിച്ചോളം. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിമെന്റിലേക്ക് വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിച്ച പേരാണ് ഹൈഡ്രേഷൻ. ഈ ഹൈഡ്രേഷൻ നടക്കുമ്പോഴാണ് ബോക്സ് കോമ്പൗണ്ട് എന്ന് പറയുന്ന 4 കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നത്. എന്താണ് ബോക്സ് കോമ്പൗണ്ട്? സിമെന്റ് ഹൈഡ്രേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ ഫോം ചെയ്യുന്ന കോമ്പൗണ്ടിനെ വിളിച്ച പേരാണ് ബോക്സ് കോമ്പൗണ്ട്. അപ്പം ആരൊക്കെയാണ് ബോക്സ് കോമ്പൗണ്ട് എന്ന് ചോദിച്ചാൽ, 1 C3S, 2 C2S, C3A, C4AF. ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം അലുമിനേറ്റ്, ടെട്രാ കാൽഷ്യം അലുമിനോഫെറൈറ്റ്. ഒന്നും കൂടെ പറയുന്നു: ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം അലുമിനേറ്റ്, ടെട്രാ കാൽഷ്യം അലുമിനോഫെറൈറ്റ്. അപ്പം ഇവരുടെ ഫോർമേഷനും കൂടെ അറിഞ്ഞിരുന്നാൽ വളരെ നല്ലതായിരിക്കും. അലുമിന എന്ന് പറയുന്ന വ്യക്തിയാണ് ശരിക്കും ഒരു ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 വ്യക്തികൾ വിൽ ബി ഫോംഡ് വിത്തിൻ 24 hours. വിത്തിൻ 24 hours. അതില് C3S എന്ന് പറയുന്നത് വിത്തിൻ 1 week ആണ് ഫോം ചെയ്യുന്നത്. വിത്തിൻ 1 week. C2S എന്ന് പറയുന്നത് ആഫ്റ്റർ 1 week. ആഫ്റ്റർ 1 week. സോ ഇതിൽ നിന്ന് തന്നെ ഞാൻ 2 ചോദ്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ട്രൈകാൽഷ്യം അലുമിനേറ്റും ടെട്രാ കാൽഷ്യം അലുമിനോഫെറൈറ്റും എപ്പോഴാണ് ഫോം ചെയ്യുന്നത് ചോദിച്ചാൽ ദേ ആർ ഫോംഡ് വിത്തിൻ 24 hours. C3S എന്ന് പറയുന്നത് ഒരാഴ്ചയ്ക്കുള്ളിലും C2S എന്ന് പറയുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഫോം ചെയ്യുന്നത്. ഒരു അഡീഷണൽ പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞു തരുന്നു. ഇനിഷ്യൽ സ്ട്രെങ്ത്, കോൺക്രീറ്റിന് വേണ്ടിയുള്ള ഇനിഷ്യൽ സ്ട്രെങ്ത് നൽകുന്ന വ്യക്തിയാണ് ട്രൈകാൽഷ്യം സിലിക്കേറ്റ്. ഇനിഷ്യൽ സ്ട്രെങ്ത് നൽകുന്നത് ട്രൈകാൽഷ്യം സിലിക്കേറ്റും ഫൈനൽ സ്ട്രെങ്ത് നൽകുന്നത് ഡൈകാൽഷ്യം സിലിക്കേറ്റുമാണ്. ഇനിഷ്യൽ സ്ട്രെങ്ത് നൽകുന്നത് ട്രൈകാൽഷ്യം സിലിക്കേറ്റും ഫൈനൽ സ്ട്രെങ്ത് നൽകുന്നത് ഡൈകാൽഷ്യം സിലിക്കേറ്റുമാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു ഹൈഡ്രേഷനിൽ ഫോം ചെയ്യുന്ന ബോക്സ് കോമ്പൗണ്ടിനെ കുറിച്ച്. ഇനി കുറച്ചും കൂടെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. ആ മാനുഫാക്ചറിങ് പ്രോസസ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ഈ സ്റ്റേജസിൽ നമ്മൾ ഈ ഒരു സിമെന്റ് മാനുഫാക്ചറിങ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന കില്ലിൻ്റെ പേരെന്ന് പറയുന്നത് റോട്ടറി കില്ലെന്നാണ്. സിമെന്റ് മാനുഫാക്ചറിങ്ങിൽ യൂസ് ചെയ്യുന്ന കില്ലിൻ്റെ പേര് റോട്ടറി കില്ലെന്നാണ്. യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1400 ഡിഗ്രി സെൽഷ്യസ് ആണ്. യൂഷ്വലി 1400 to 1500 വരെ പോവുമെങ്കിലും 1400 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ റോട്ടറി കില്ലിലേക്ക് നമ്മൾ മെറ്റീരിയൽസ് കടക്കുന്നതിന് മുമ്പ് ഇവരെ കളക്ട് ചെയ്യണം. അപ്പോൾ ഈ മെറ്റീരിയൽസിനെ കളക്ട് ചെയ്യുന്നത് 2 പ്രോസസ്സിലൂടെയാണ്. ഇറ്റ് ഈസ് ഐദർ ത്രൂ ഡ്രൈ പ്രോസസ് ഓർ ത്രൂ വെറ്റ് പ്രോസസ്. ഈ 2 പ്രോസസ്സിലൂടെയാണ് നമുക്ക് റോട്ടറി കില്ലിൻ്റെ അകത്തേക്ക് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻസ്, അതായത് കറക്റ്റായിട്ട് മിക്സ് ചെയ്ത്, ഈ റോട്ടറി കില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചർ വെച്ച് അതിനെ മിക്സ് ഒറ്റ യൂണിറ്റ് ആയിട്ട് മാറ്റാനുള്ള ഒരു പ്രോസസ്സാണ്, സ്റ്റേജാണ്. അപ്പോൾ ആ സ്റ്റേജിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള 2 പ്രോസസ്സാണ്. ഒന്ന് ഡ്രൈ പ്രോസസ്സും
വെറ്റ് പ്രോസസ്സും. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു പ്രസന്റ് കണ്ടീഷനിൽ ഏറ്റവും കൂടുതലായിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഡ്രൈ പ്രോസസ്സാണ്. അപ്പോൾ ഡ്രൈ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിംഗ് കഴിഞ്ഞ്, അതായത് കാൽക്കേരിയസ് മെറ്റീരിയൽസും അർജിലീഷ്യസ് മെറ്റീരിയൽസും കളക്ട് ചെയ്ത് നല്ല രീതിയിൽ പൗഡർ ഫോമിലാക്കി അതിനെ നേരെ റോട്ടറി കില്ലിലാക്കും. ഇതാണ് ഡ്രൈ പ്രോസസ്സ്. വെറ്റ് പ്രോസസ്സ് എന്ന് പറയുന്ന വേറെ ഒന്നുമില്ല, അർജിലേഷ്യസ് മെറ്റീരിയൽസും കാൽക്കേരിയസ് മെറ്റീരിയൽസും നല്ലതുപോലെ കഴുകി എടുത്തിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പം വെള്ളത്തിൻ്റെ അംശം കാണും, അത്ര മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഈ റോട്ടറി കില്ലിൽ നിന്ന് നമ്മൾ ബേണിംഗ് ഓപ്പറേഷനിലേക്കായിരിക്കും, അതായത് ആദ്യത്തെ കളക്ഷൻ സ്റ്റേജ് കഴിഞ്ഞ് ബേണിംഗ് ഓപ്പറേഷനിലായിരിക്കും റോട്ടറി കില്ലിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. ബേണിംഗ് ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മൾ നേരെ കൊണ്ടുപോകുന്നത് ഗ്രൈൻഡിങ് എന്ന് പറയുന്ന സ്റ്റേജിലാണ്. അപ്പം ആദ്യത്തെ ഇത് കഴിഞ്ഞു, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ബേണിംഗ് ആണ്. അടുത്ത ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രൈൻഡിങ് എന്ന് പറയുന്ന സ്റ്റേജാണ്. അപ്പം ഗ്രൈൻഡിങ് എന്ന് പറയുന്ന സ്റ്റേജിലാണ് റോട്ടറി കില്ലിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് പ്രോഡക്റ്റ്, ക്ലിങ്കേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഔട്ട്പുട്ട് പ്രോഡക്റ്റ് ഓഫ് റോട്ടറി കിൽ, ക്ലിങ്കേഴ്സ്. ഈ ക്ലിങ്കേഴ്സിനെ പൗഡർ ആക്കുന്ന ഒരു സ്റ്റേജാണ്, പൗഡർ ആക്കുന്ന സ്റ്റേജാണ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. ഈ പൗഡർ ആക്കുന്നതിൻ്റെ സമയത്ത് കൂടെയാണ് നമ്മൾ ജിപ്സം എന്ന് പറയുന്ന മെറ്റീരിയലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ജിപ്സം എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ പഠിച്ച ഇൻഗ്രീഡിയൻസിലെ അലുമിന എന്ന് പറയുന്ന വ്യക്തി സിമെന്റിനെ പെട്ടെന്ന് സെറ്റാക്കും. വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സിമെന്റ് പെട്ടെന്ന് സെറ്റായി പോകും. ആ ഒരു സെറ്റിംഗ് ആക്ഷൻ ഒന്ന് തടയാൻ വേണ്ടി, അതായത് നമുക്കൊരു ഇനിഷ്യൽ സെറ്റിംഗ് ടൈം കിട്ടണം. കാരണം നമുക്ക് സിമെന്റ് കോൺക്രീറ്റ് എടുത്തുകൊണ്ട് ഒരിടത്ത് പ്ലേസ് ചെയ്യണം, അല്ലാതെ നമ്മൾ വെള്ളം ഒഴിച്ച് അപ്പോൾ സെറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് ആ ഒരു ടൈം, ഈ സെറ്റിംഗ് ടൈം ഒന്ന് ഡിലേ ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജിപ്സം എന്ന് പറയുന്നത്. ഈ ഗ്രൈൻഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞ് നേരെ പോകുന്നത് പാക്കിംഗ് സ്റ്റേജിലേക്കാണ്. പാക്കിംഗ് സ്റ്റേജിലേക്ക് നമ്മൾ ഏകദേശം 50 കിലോഗ്രാം വരുന്ന സിമെന്റ് ചാക്കുകൾ, അല്ലെങ്കിൽ 50 കിലോഗ്രാം വെയിറ്റ് വരുന്ന സിമെന്റ് ബാഗുകളായിട്ടായിരിക്കും പാക്ക് ചെയ്ത് മാർക്കറ്റിലേക്ക് കൊടുത്തു വിടുന്നത്. അപ്പോൾ 50 കിലോഗ്രാം ഒരു സിമെന്റ് ബാഗിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്, ഒരു സിമെന്റ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ബാഗിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 50 കിലോഗ്രാം ആയിരിക്കും. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് പോയേണ്ടത് ഇതിന്റെ ടെസ്റ്റിനെ കുറിച്ചാണ്. സിമെന്റ് എന്ന് പറയുന്ന മെറ്റീരിയലിനെ കുറിച്ച്, ഇൻഗ്രീഡിയൻസ് കഴിഞ്ഞു, അതിന്റെ മാനുഫാക്ചറിങ് കഴിഞ്ഞു. ഇനി അടുത്തത് പറയാനുള്ളത് അതിന്റെ ടെസ്റ്റുകളെ കുറിച്ചാണ്. അപ്പോൾ 2 ടെസ്റ്റുകളാണ് യൂഷ്വലി ചെയ്യുന്നത്. ഒന്ന് ഫീൽഡ് ടെസ്റ്റും പിന്നെ ഒന്ന് ലാബ് ടെസ്റ്റും. ഒന്ന് ഫീൽഡ് ടെസ്റ്റും പിന്നൊന്ന് ലാബ് ടെസ്റ്റും. ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫീൽഡിൽ കൊണ്ടുവച്ചിരിക്കുന്ന സിമെന്റ് ബാഗുകൾ നല്ലതാണോ ചീത്തയാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റുകളെയാണ് ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ലാബ് ടെസ്റ്റ് എന്ന് പറയുന്നത് ലബോറട്ടറി കണ്ടീഷൻസിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടുകൾ, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിച്ച, അല്ലെങ്കിൽ ആ ടെസ്റ്റിങ്ങിനെ വിളിച്ച പേരാണ് ലാബ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ഫീൽഡ് ടെസ്റ്റ് ആണ്. ഫീൽഡ് ടെസ്റ്റിൽ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ നോക്കും. അപ്പോൾ ഏകദേശം ഒരു ഗ്രേ കളറാണ് കാണുന്നുണ്ടെങ്കിൽ ദ സിമെന്റ് ഇസ് ഓഫ് ഗുഡ് ക്വാളിറ്റി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ സിമെന്റിനെ എടുത്തിട്ട് ഫിംഗറിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് നോക്കും. റബ്ബ് ചെയ്യുമ്പോൾ സ്മൂത്ത് ആയിരിക്കണം. സ്മൂത്ത് ആകുന്നുണ്ടെങ്കിൽ ദ സിമെന്റ് ഇസ് ഓഫ് ഗുഡ് ക്വാളിറ്റി. അപ്പോൾ ഒന്ന് നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ നോക്കി, രണ്ടാമത് റബ്ബ് ചെയ്ത് നോക്കി, മൂന്നാമത് സിമെന്റ് ചാക്കിലേക്ക് നമ്മൾ കൈ ഇറക്കി നോക്കി. കൈ ഇറക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു തണുപ്പ് ഫീൽ ചെയ്യണം. ദ ഹാൻഡ് ഷുഡ് ഫീൽ എ കൂൾനെസ് വെൻ ദി ഹാൻഡ് ഇസ് ഇൻസേർട്ടഡ് ഇൻ ടു ദി സിമെന്റ് ബാഗ്. സിമെന്റ് ബാഗിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒരു തണുപ്പ് ഫീൽ ചെയ്യണം. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഫീൽഡ് ടെസ്റ്റിനെ കുറിച്ച് നമുക്ക് പറയേണ്ടതുള്ളത്. ഇനി നമ്മൾ ലാബ് ടെസ്റ്റിലേക്ക് പോവുകയാണ്. ലാബ് ടെസ്റ്റിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഫൈനസ് ടെസ്റ്റ് ആണ്. ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഫൈനസ് ടെസ്റ്റ്. അപ്പം ഫൈനസ് ടെസ്റ്റ് നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സീവ് അനാലിസിസ് ആണ്.
സീവ് അനാലിസിസിലൂടെയാണ് നമ്മൾ സിമെന്റിന്റെ ഫൈനസ് ടെസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സീവിന്റെ സൈസ് നമ്പർ അറിഞ്ഞിരിക്കുക. അതാണ് എക്സാമിന് ചോദിക്കുന്നത്. IS സീവ് നമ്പർ 9. IS സീവ് നമ്പർ 9 ആണ് ഫൈനസ് ടെസ്റ്റിന് വേണ്ടി നമ്മൾ ചെയ്യാറുള്ളത്. ഇനി രണ്ടാമത്തെ ടെസ്റ്റിലേക്ക് കിടക്കാം. ആദ്യത്തേത് ഫൈനസ് ടെസ്റ്റ് ആയിരുന്നു. രണ്ടാമത്തേന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ആണ്. രണ്ടാമത്തേന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ്. അപ്പം കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റിന്റെ ഗുണം നമുക്ക് കൂടുതലായിട്ട് പറയാനില്ല. രണ്ട് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി ഇൻ ദ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കംപ്രസീവ് സ്ട്രെങ്തിന്റെ 3rd day and 7th day. Compressive strength at the 3rd day should not be less than 11.5 Newton per mm square, and the compressive strength at the 7th day should not be less than compressive strength at the 3rd day should not be less than 11.5 Newton per mm square, and the 7th day it should not be less than 17.5 Newton per mm square. ഈ രണ്ട് വാല്യൂസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് എ സിമെന്റ് നോക്കുമ്പോൾ. അപ്പോൾ കംപ്രസീവ് സ്ട്രെങ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തത് നോക്കേണ്ടത് ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. അപ്പോൾ ടെൻസൈൽ സ്ട്രെങ്തിന് നമുക്ക് ഇതേപോലെ തന്നെ രണ്ട് വാല്യൂസ് പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ ടെൻസൈൽ സ്ട്രെങ്ത് അറ്റ് ദി 3rd ഡേയും at the 7th ഡേയുമാണ് നമുക്ക് നോക്കേണ്ടത്. at the 3rd day and 7th day. അപ്പോൾ 3rd ഡേയിലേക്ക് ഏകദേശം വാല്യൂ എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 2 Newton per mm സ്ക്വയറും 7th ഡേയിൽ എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 2.5 Newton per mm സ്ക്വയറും ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ നല്ലൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. അപ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ച് തന്നെ പറഞ്ഞു പോകുന്നതായിരിക്കും വളരെ അധികം നല്ലത്. അപ്പം ടെൻസൈൽ സ്ട്രെങ്ത് നോക്കി, നമ്മൾ ആദ്യം ഫൈനസ് നോക്കി, രണ്ടാമത് കംപ്രസീവ് നോക്കി, മൂന്നാമത്തത് ടെൻസൈൽ സ്ട്രെങ്തുമായി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെറ്റിംഗ് ടൈമിന്റെ ബേസിസിലാണ്. സോ ദ 4th one ഈസ് സെറ്റിംഗ് ടൈം. അപ്പം സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സെറ്റിംഗ് ടൈം എന്ന് പറയുന്നതിൽ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസിനാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അപ്പാരറ്റസിന്റെ പേര് വിക്കറ്റ് അപ്പാരറ്റസ് എന്നാണ്. വിക്കറ്റ് അപ്പാരറ്റസ്. അതിൽ രണ്ട് ടൈപ്പുകളാണ്. സെറ്റിംഗ് ടൈമിൽ രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. ഒന്ന് ഇനിഷ്യൽ സെറ്റിംഗ് ടൈമും പിന്നൊന്ന് ഫൈനൽ സെറ്റിംഗ് ടൈമും. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റും കൂടെയാണ് പറയാൻ പോകുന്നത്. ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 മിനിറ്റ്സും ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 10 അവേഴ്സും. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റുകളാണ്. ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 മിനിറ്റ്സും ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 10 അവേഴ്സും. ഇനി നോക്കേണ്ടത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. That is the 5th one, consistency test. കൺസിസ്റ്റൻസി ടെസ്റ്റിനും എപ്പോഴും ചോദിക്കുന്നത് അതിൻ്റെ അപ്പാരറ്റസ് യൂസ്ഡ് ആണ്. അപ്പാരറ്റസ് സെയിം തന്നെയാണ്, വേറെ ആരുമല്ല, വിക്കറ്റ് അപ്പാരറ്റസ്. വിക്കറ്റ് അപ്പാരറ്റസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ കൺസിസ്റ്റൻസി ടെസ്റ്റിൽ എടുത്തു പറയേണ്ട ഒരു എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ടെസ്റ്റ് എപ്പോഴാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഈ വിക്കറ്റ് അപ്പാരറ്റസിൽ ഒരു യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ പ്ലഞ്ചർ എന്ന് പറയുന്നത് എപ്പോഴാണോ
ബോട്ടത്തിൽ നിന്ന് 5 to 7 mm എന്ന് പറയുന്ന റീഡിംഗ് തരുന്നത്, 5 to 7 mm എന്ന റീഡിംഗ് തരുന്നത്, അപ്പോഴാണ് കൺസിസ്റ്റൻസി കിട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ വെൻ ദി പ്ലഞ്ചർ ഷോസ് എ വാല്യൂ ഓഫ് 5 to 7 mm ഫ്രം ദി ബോട്ടം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രം ദ ബോട്ടത്തിൽ നിന്ന് എപ്പോഴാണോ 5 to 7 mm എന്ന് പറയുന്ന വാല്യൂ കാണുന്നത്, ആ ടൈമിലാണ് കൺസിസ്റ്റൻസി ടെസ്റ്റ് സാറ്റിസ്ഫൈ ആവുന്ന അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വാട്ടർ പെർസെൻറ്റേജ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് അടുത്ത ഒരു ടെസ്റ്റിലേക്കാണ് പോകുന്നത്, സൗണ്ട്നെസ് ടെസ്റ്റ്. സൗണ്ട്നെസ് ടെസ്റ്റ്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ആവശ്യമുള്ള പോയിന്റുകൾ മതി. അപ്പോൾ സൗണ്ട്നെസ് ടെസ്റ്റിൽ ആവശ്യമുള്ള പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അപ്പാരറ്റസ് ആണ്. അപ്പം ഏത് അപ്പാരറ്റസ് ആണെന്ന് ചോദിച്ചാൽ ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസ്. ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസിന്റെ സഹായത്തോടു കൂടിയാണ് സൗണ്ട്നെസ് ടെസ്റ്റ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പം ഇത്രയുമാണ് നമുക്ക് സിമെന്റ് എന്ന് പറയുന്ന ആദ്യത്തെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പഠിക്കേണ്ടിയിരുന്നത്. സിമെന്റ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയനെ കുറിച്ച് ആദ്യം നമുക്ക് പഠിക്കേണ്ടിരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. സിമെന്റ് എന്താണെന്ന് പറഞ്ഞു, സിമെന്റ് ഇൻഗ്രീഡിയന്റ് പറഞ്ഞു, സിമെന്റിന്റെ മാനുഫാക്ചറിങ് പറഞ്ഞു, സിമെന്റിന്റെ ഓരോ ടെസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് നേരെ അഗ്രിഗേറ്റിലേക്കാണ്. അഗ്രിഗേറ്റിനെ കുറിച്ചാണ് നമുക്കിനി പഠിക്കേണ്ടത്. കാരണം അഗ്രിഗേറ്റ് ആണ് കുറച്ചും കൂടി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, പക്ഷേ കുറച്ചും കൂടെ കോൺക്രീറ്റിന്റെ ഇമ്പോർട്ടൻസ് എല്ലാം നമുക്ക് പറയാൻ പറ്റുന്നത് അഗ്രിഗേറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അഗ്രിഗേറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽസിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത് 2 ടൈപ്പാണുള്ളത്. 2 ടൈപ്പ്. ഒന്ന് ഫൈൻ അഗ്രിഗേറ്റും പിന്നൊന്ന് കോഴ്സ് അഗ്രിഗേറ്റും. ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും. ഇതിൻ്റെ സൈസ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഏകദേശം 150 മൈക്രോൺ ടു 4.75 mm വരെയാണെങ്കിൽ അതിനെ ഫൈൻ അഗ്രിഗേറ്റ് എന്നും, 150 മൈക്രോൺ ആണ് കേട്ടോ, മൈക്രോൺ ടു 4.75 mm വരെയാണെങ്കിൽ ഫൈൻ അഗ്രിഗേറ്റും, 4.75 ടു 80 mm വരെയാണെങ്കിൽ അതിനെ കോഴ്സ് അഗ്രിഗേറ്റും എന്നാണ് വിളിച്ചത്. അതിനെ കോഴ്സ് അഗ്രിഗേറ്റ് എന്നാണ് വിളിച്ചത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫംഗ്ഷനിലേക്ക് പോകാം. ഇവർ എന്തിനാണ് നമ്മളെ കോൺക്രീറ്റ് എന്ന് പറയുന്ന മെറ്റീരിയലിലേക്ക് ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കോഴ്സ് അഗ്രിഗേറ്റ് ബൾക്ക്നെസ് പ്രൊവൈഡ് ചെയ്യും. ബൾക്ക്നെസ്, ഒരു കോൺക്രീറ്റിന് വേണ്ടിയുള്ള കട്ടി, ആ ഒരു കനം കൊടുക്കുന്ന ഫംഗ്ഷനാണ് കോഴ്സ് അഗ്രിഗേറ്റ് ചെയ്യുന്നത്. ഫൈൻ അഗ്രിഗേറ്റ് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇനേർട്ട് മെറ്റീരിയൽ ആയിട്ട്, അല്ലെങ്കിൽ ഇനേർട്ട് മെറ്റീരിയൽ ആയിട്ട് തന്നെയാണ് രണ്ടുപേരും നിൽക്കുന്നത്. കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇനേർട്ട് മെറ്റീരിയൽ എന്ന് പറയുന്നതിനേക്കാളും നമുക്ക് ഫില്ലർ മെറ്റീരിയൽ എന്ന് പറയാം. അതാണ് കുറച്ചും കൂടെ നല്ല വാക്ക്, ഫില്ലർ മെറ്റീരിയൽ. ഫില്ലർ മെറ്റീരിയൽ, ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് ഫില്ലർ മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുകയും കോഴ്സ് അഗ്രിഗേറ്റ് ബൾക്ക്നെസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇനി കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ, ഈ ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റിലും ഡെലിറ്ററിയസ് മെറ്റീരിയൽസ് കാണും. ഡെലിറ്ററിയസ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഡെലിറ്ററിയസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ദ മെറ്റീരിയൽസ് ദാറ്റ് ക്യാൻ ഹാം. ആ ഡെലിറ്റേറിയസ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ആ അഗ്രിഗേറ്റ്സ് അവോയ്ഡ് ചെയ്യണമെന്നാണ്. ഈ ചെറിയ പച്ചപ്പും അതേപോലെ പൊടി, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അവരെ ഡെലിറ്റേറിയസ് മെറ്റീരിയൽ, മെറ്റീരിയൽ വിച്ച് ക്യാൻ ഡാമേജ് ഓർ ഹാംഫുൾ ദി മെറ്റീരിയൽ എന്നാണ് പറയുന്നത്, ഡെലിറ്റേറിയസ് മെറ്റീരിയൽസ്. ആ ഡെലിറ്റേറിയസ് മെറ്റീരിയൽസ് ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 5%. The deleterious material should be completely avoided, but if it is present, it should be less than 5%. It should be less than 5%. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഇനി നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു അഗ്രിഗേറ്റിന്റെ ഷേപ്പ് ഫാക്ടർ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് അഗ്രിഗേറ്റിലേക്ക് കടക്കുമ്പോൾ, പ്രോപ്പർട്ടീസ് ഓഫ് അഗ്രിഗേറ്റിലെ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പിനെ കുറിച്ചാണ് പറയുന്നത്, സൈസ് ഷേപ്പിനെ കുറിച്ച്.
അപ്പോൾ ആ ഷേപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഫൈൻ അഗ്രിഗേറ്റിന്റെ ഷേപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും ഉണ്ട്. ഫൈൻ അഗ്രിഗേറ്റിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ആംഗുലാർ ഗ്രെയിൻസ് ആണ്. ആംഗുലാർ ഗ്രെയിൻസ്. ഇനി കോഴ്സ് അഗ്രിഗേറ്റിന്റെ ഷേപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കേട്ടോ. കോഴ്സ് അഗ്രിഗേറ്റിന്റെ ഷേപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കോഴ്സ് അഗ്രിഗേറ്റിന് എന്ത് ഷേപ്പാണ് നല്ലതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനും ആംഗുലാർ ഷേപ്പ് തന്നെയാണ്. ആംഗുലാർ ഷേപ്പ് തന്നെയാണ്. ഇനി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഞാൻ പറഞ്ഞു തരാം. ഫൈൻ അഗ്രിഗേറ്റ്, അതായത് നമ്മുടെ സാൻഡ്, റിവർ സാൻഡ് എന്നൊക്കെ പറയും. അപ്പം ആ കാറ്റഗറി ഓഫ് സാൻഡ് എവിടെയാണ് ഏറ്റവും നല്ലത് കിട്ടുന്നത്, ഏറ്റവും നല്ല സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ചെന്നൈയിലാണ് കിട്ടുന്നത് കേട്ടോ. ചെന്നൈയില് എന്നോർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഫൈൻ അഗ്രിഗേറ്റ് കിട്ടുന്നത്. ഇനി കോഴ്സ് അഗ്രിഗേറ്റിലേക്ക് വരുമ്പോൾ കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് ആംഗുലാർ ഷേപ്പ് ആണ്. ഈവൻ ദോ ആംഗുലാർ ഷേപ്പ് ഉണ്ടെങ്കിൽ പോലും രണ്ട് മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. ഒന്ന് ഫ്ലേക്കി മെറ്റീരിയലും പിന്നൊന്ന് എലോങ്ങേറ്റഡ് മെറ്റീരിയലും. ഒന്ന് ഫ്ലേക്കിയും പിന്നൊന്ന് എലോങ്ങേറ്റഡും. ഫ്ലേക്കി മെറ്റീരിയൽ എന്താണെന്ന് ചോദിച്ചാൽ ഇഫ് the least dimension is less than 3/5 of its mean dimension, the material is said to be flaky. If the least dimension എന്ന് പറഞ്ഞാൽ തിക്നെസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ലീസ്റ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇസ് ലെസ് ദാൻ 3/5 ഓഫ് ഇറ്റ്സ് മീൻ ഡയമെൻഷൻ, ദ മെറ്റീരിയൽ ഇസ് സെഡ് ടു ബി ഫ്ലേക്കി ആൻഡ് ദ മെറ്റീരിയൽ ഇസ് സെഡ് ടു ബി എലോങ്ങേറ്റഡ് ഇഫ് ദി ഗ്രേറ്റസ്റ്റ് ഡയമെൻഷൻ is greater than 9/5 of its mean dimension. ഒരു മെറ്റീരിയൽ എലോങ്ങേറ്റഡ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഡയമെൻഷനായ ലെങ്ത് അത് 9/5 ഓഫ് ഇറ്റ്സ് മീൻ ഡയമെൻഷനേക്കാളും കൂടുതലായിരിക്കണം. എങ്കിൽ വി ക്യാൻ കോൾ ദ മെറ്റീരിയൽ ആസ് എലോങ്ങേറ്റഡ്. അപ്പം ഇത്രയുമാണ് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് അഗ്രിഗേറ്റിലെ ആദ്യത്തെ ഷേപ്പിനെ വെച്ച് പറയാനുണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടിയായ ബൾക്കിംഗ് ഓഫ് സാൻഡിലേക്ക് വരുമ്പോൾ ഒറ്റ കാര്യം മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. ബൾക്കിംഗ് ഓഫ് സാൻഡിൽ എപ്പോഴാണ് ബൾക്കിംഗ് കാണിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ മാക്സിമം ബൾക്കിംഗ് സാൻഡ് കാണിക്കുന്നത് ചോദിച്ചാൽ when the water content is about 4 to 6%. വാട്ടർ കണ്ടന്റ് ഏകദേശം 4 മുതൽ 6% ആയിരിക്കുന്ന സമയത്താണ് മാക്സിമം ബൾക്കിംഗ് കാണിക്കുന്നത്. മാക്സിമം ബൾക്കിംഗ് കാണിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വോളിയം ചേഞ്ച് ഉണ്ടാവും. അഗ്രിഗേറ്റിന്, ആ ഫൈൻ അഗ്രിഗേറ്റ് ആയിട്ടുള്ള സാധനത്തിന് വോളിയം ചേഞ്ച് ഉണ്ടാവും. ഏകദേശം 20 മുതൽ 40% വോളിയം ചേഞ്ച് ആയിരിക്കും കേട്ടോ ഉണ്ടാകുന്നത്. 20 മുതൽ 40% വോളിയം ചേഞ്ച് ആയിരിക്കും ഉണ്ടാകുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റും കൂടിയാണ്. അടുത്തത് ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ്. ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല, നമുക്ക് കോൺക്രീറ്റിന് യൂസ് ചെയ്യുന്ന കറക്റ്റ് സൈസുകൾ അറിയാൻ വേണ്ടിയാണ്. യൂസ് ചെയ്തിരിക്കുന്ന അഗ്രിഗേറ്റിൻ്റെ സൈസുകൾ അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ്. അതറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റിനെ വിളിച്ച പേര് സീവ് അനാലിസിസ് എന്നാണ്. സീവ് അനാലിസിസ് ടെസ്റ്റിലൂടെയാണ് നമ്മൾ അഗ്രിഗേറ്റിൻ്റെ ഗ്രേഡിംഗ് അറിയുന്നത്. അങ്ങനെ സീവ് അനാലിസിസിലൂടെ ചെയ്ത് കിട്ടുന്ന അഗ്രിഗേറ്റിൻ്റെ സൈസ് അറിഞ്ഞതിന് ശേഷം നമ്മളൊരു ഗ്രാഫ് വരയ്ക്കും. ഒരു സെമി ലോഗ് ഗ്രാഫിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഒരു സെമി ലോഗ് ഗ്രാഫിലാണ് നമ്മൾ വരയ്ക്കാറുള്ളത്.
സെമി ലോഗ് ഗ്രാഫിലാണ് വരയ്ക്കുന്നത്. വിത്ത് വൈ ആക്സിസ് പെർസെൻറ്റേജ് ഫൈനർ ആൻഡ് വൈ എക്സ് ആക്സിസ് വിത്ത് സീവ് സൈസ്. പെർസെൻറ്റേജ് ഫൈനറും സീവ് സൈസും വെച്ചിട്ട് ഒരു സെമി ലോ ഗ്രാഫാണ് വരയ്ക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന കർവ് ഇവിടെ നമുക്ക് വരയ്ക്കുമ്പോൾ കർവുകളായിരിക്കും കിട്ടുന്നത്. ഇതേപോലത്തെ കുറച്ച് കർവുകളായിരിക്കും കിട്ടുന്നത്. ഈ കർവുകളെ എല്ലാം വിളിച്ച പേര്, ഈ കർവിനെ വിളിച്ച പേര് ഗ്രേഡിംഗ് കർവ്, ഗ്രേഡിംഗ് കർവ് ഓർ ഒരു പേരും കൂടെ ഓർത്ത് വെച്ചേക്കുക, പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ്. പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ്. സോ ഈ ഒരു കർവിനെ വിളിച്ച പേര് ഗ്രേഡിംഗ് കർവ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്നും കൂടെയാണ്. ആക്ച്വലി ഗ്രേഡിംഗ് ഓഫ് കോൺക്രീറ്റ് എന്ന് ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ് ചെയ്യുന്നത് നല്ലതിനാണ്. കാരണം അത്യാവശ്യം നല്ല സ്ട്രെങ്ത് കിട്ടും. കറക്റ്റ് സൈസുള്ള അഗ്രിഗേറ്റ്സ് ആണ് നമ്മൾ ഗ്രേഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതുപയോഗിച്ച് കൺസ്ട്രക്ട് അല്ലെങ്കിൽ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്ന കോൺക്രീറ്റ് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത്യാവശ്യം സഫീഷ്യൻ്റ്ലി ഗുഡ് ആയിരിക്കും. നല്ലൊരു ഇതായിരിക്കും കോൺക്രീറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഗ്രേഡിംഗ് ഓഫ് കോൺക്രീറ്റ് യൂഷ്വലി ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഫൈനസ് മോഡുലസ് എന്ന് പറയുന്ന ഒരു അടുത്ത പ്രോപ്പർട്ടിയെ കുറിച്ചിട്ടാണ്. ഫൈനസ്, ഇതിന്റെ ഡെഫിനിഷനിലേക്ക് ഞാൻ ഡയറക്റ്റ് കടക്കുകയാണ്. ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ക്യുമുലേറ്റീവ് percentage of aggregates retained on each sieve to 100. Fineness modulus is defined as the ratio of cumulative percentage of aggregates retained on each sieve by 100. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ റേഷ്യോ, ആ യൂണിറ്റ്, ആ ഒരു വസ്തുവിനെ വിളിച്ച പേരാണ് ഫൈനസ് മോഡുലസ് എന്ന് പറയുന്നത്. ഫൈനസ് മോഡുലസ് നമുക്ക് ഏകദേശം എത്ര സൈസ്, നമ്മുടെ ഒരു അഗ്രിഗേറ്റിന്റെ റേഞ്ച് എടുക്കുമ്പോൾ അഗ്രിഗേറ്റിന്റെ ആവറേജ് സൈസ് എത്രയെന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു സാധനമാണ് ഫൈനസ് മോഡുലസ് എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ ഫൈനസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ സീവ് സൈസിൽ കൂടെ പാസ് ചെയ്യുന്നത്. പക്ഷേ ഫൈനസ് മോഡുലസ് എന്ന് പറഞ്ഞാൽ റീറ്റെയിൻ ചെയ്യുന്ന അഗ്രിഗേറ്റിന്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഫൈനസ് മോഡുലസ് എടുക്കുന്നത്. സോ എത്ര സീവ് ഉണ്ടോ അത്രയും സീവിൻ്റെ സൈസുകൾ എടുത്തിട്ട് നമ്മൾ ആ സൈസിൻ്റെ എല്ലാം ആവറേജ് വാല്യൂ എടുക്കും. ആ ആവറേജ് വാല്യൂ ആണ് നമുക്ക് ഫൈനസ് മോഡുലസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ടേബിൾ പഠിക്കാനുണ്ട്. ഫൈനസ് മോഡുലസിൻ്റെ ടൈപ്പ് ഓഫ് സാൻഡ്, നമുക്ക് 3 വേരിയന്റ് ഓഫ് സാൻഡ് ആണുള്ളത്. ഫൈൻ സാൻഡ്, മീഡിയം സാൻഡ്, കോഴ്സ് സാൻഡ്. അപ്പോൾ ഫൈൻ സാൻഡ് ആണ് വരുന്നുണ്ടെങ്കിൽ ഫൈനസ് മോഡുലസ് എന്ന് പറയുന്നത് 2.2 to 2.6 ആയിരിക്കും. മീഡിയം സാൻഡ് ആണ് വരുന്നുണ്ടെങ്കിൽ ദ റേഞ്ച് വിൽ ബി 2.6 to 2.9 ആൻഡ് കോഴ്സ് സാൻഡ് ആണെങ്കിൽ 2.9 to 3.2 ആയിരിക്കും. 2.9 to 3.2 ആയിരിക്കും. ഇത്രയുമാണ് ഫൈനസ് മോഡുലസ് റിഗാർഡിംഗ് ഫൈൻ സാൻഡ്, മീഡിയം സാൻഡ്, കോഴ്സ് സാൻഡ് നമുക്ക് പറയാനുള്ളത്. ഇതിൽ ഏത് ടൈപ്പ് ഓഫ് സാൻഡ് ആണ് നമ്മൾ കോൺക്രീറ്റിന് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മീഡിയം സാൻഡാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. മീഡിയം സാൻഡാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. കോൺക്രീറ്റിന് യൂസ് ചെയ്യുന്നത് എന്ത് ടൈപ്പ് ഓഫ് സാൻഡാണെന്ന് ചോദിച്ചാൽ മീഡിയം സാൻഡാണ്. ഫൈനസ് മോഡുലസ് ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കുന്നതും വളരെ നല്ലതായിരിക്കും. ഇനി ഈ ഒരു കോൺക്രീറ്റ് ടെക്നോളജിയിൽ നമുക്ക് ഇനി പഠിക്കാനുള്ളത് വേറൊന്നുമില്ല, ഫ്രഷ് കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്രഷ് കോൺക്രീറ്റ്. സോ അടുത്ത ടാബിൽ ഹെഡിങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്രഷ് കോൺക്രീറ്റ്.
പ്രോപ്പർട്ടീസ് ഓഫ് ഫ്രഷ് കോൺക്രീറ്റ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് വർക്കബിലിറ്റി ആണ്. അപ്പം വർക്കബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ വർക്കബിലിറ്റി ഈസ് നത്തിങ് ബട്ട് ഈസിനെസ് ടു വർക്ക്. ഈസിനെസ് ടു വർക്ക് എന്ന് പറയുന്ന ഒറ്റ വാക്കുകൊണ്ട് തന്നെ നമുക്ക് വർക്കബിലിറ്റിയെ ഡിഫൈൻ ചെയ്യാമെങ്കിലും അതിന് കുറച്ചും കൂടെ ഒരു പ്രോപ്പർ ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇറ്റ്സ് എ പ്രോപ്പർട്ടി ബൈ വിച്ച് ദ കോൺക്രീറ്റ് ക്യാൻ ബി മിക്സ്ഡ്, ട്രാൻസ്പോർട്ടഡ്, placed and compacted. അതാണ് വർക്കബിലിറ്റിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ. മിക്സ്ഡ്, ട്രാൻസ്പോർട്ടഡ്, പ്ലേസ്ഡ് ആൻഡ് കോമ്പാക്റ്റഡ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വർക്കബിലിറ്റി മെഷർ ചെയ്യുക? അതിന് നമുക്ക് കുറച്ച് ടെസ്റ്റുകൾ നടത്തണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം നടത്തുന്ന ടെസ്റ്റാണ് സ്ലം ടെസ്റ്റ് എന്ന് പറയുന്നത്. സ്ലം ടെസ്റ്റ്. അപ്പം സ്ലം ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി എ ഫീൽഡ് ടെസ്റ്റ് ആണ്. ഒരു ഫീൽഡ് ടെസ്റ്റ് ആണ് സ്ലം ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫീൽഡിൽ വെച്ച് നമ്മൾ സൈറ്റിലൊക്കെ നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. അല്ലെങ്കിൽ സൈറ്റിൽ യൂഷ്വലി ആയിട്ട് സ്ലംബ് കണ്ടെത്താൻ വേണ്ടി, കോൺക്രീറ്റിന്റെ സ്ലംബ് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് സ്ലം ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫീൽഡ് ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഏത് ടൈപ്പ് ഓഫ് കോൺക്രീറ്റിനാണ് സ്ലം ടെസ്റ്റ് സ്യൂട്ടബിൾ എന്ന് ചോദിക്കാൻ വേണമെങ്കിൽ, സോ ഇറ്റ്സ് ബേസിക്കലി സ്യൂട്ടബിൾ ഫോർ കോൺക്രീറ്റ് ഹാവിംഗ് മീഡിയം to high workability. മീഡിയം ടു ഹൈ വർക്കബിലിറ്റി. ഈ ഒരു റേഞ്ചിലുള്ള കോൺക്രീറ്റിനായിരിക്കും സ്ലം ടെസ്റ്റ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇനി ഈ സ്ലം ടെസ്റ്റിന്റെ ഡിഗ്രി ഓഫ് വർക്കബിലിറ്റി വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. വെരി ലോ വർക്കബിലിറ്റി, ലോ വർക്കബിലിറ്റി, മീഡിയം വർക്കബിലിറ്റി ആൻഡ് ഹൈ വർക്കബിലിറ്റി. അപ്പം നമ്മൾ ഡിഗ്രിയാണ് സ്ലം ടെസ്റ്റ് ചെയ്തു. സോ ഡിഗ്രി ഓഫ് വർക്കബിലിറ്റിയുടെ ബേസിസിലാണ് നമ്മൾ സ്ലം വാല്യൂ പറയാൻ പോകുന്നത്. സോ വെരി ലോ വർക്കബിലിറ്റി ആണെങ്കിൽ സ്ലം വാല്യൂ എന്ന് പറയുന്നത് 0 to 25 mm ആയിരിക്കും. 0 to 25 mm. ഇനി ലോ വർക്കബിലിറ്റി ആണെങ്കിലോ അത് ഏകദേശം 25 to 50 mm ആയിരിക്കും. ഇനി മീഡിയം വർക്കബിലിറ്റി ആണെങ്കിലോ 50 to 100 mm. വെരി ഹൈ വർക്കബിലിറ്റി ആണെങ്കിൽ 100 to 175 mm ആയിരിക്കും. സ്ലം ടെസ്റ്റിന്റെ ഡിഗ്രി ഓഫ് വർക്കബിലിറ്റി, വേരിയസ് ഡിഗ്രി ഓഫ് വർക്കബിലിറ്റിയുടെ ബേസിസിൽ സ്ലംബിന്റെ വാല്യൂ ആണ് പറഞ്ഞത്. അപ്പം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫീൽഡ് ടെസ്റ്റ് ആണ് മീഡിയം ടു ഹൈ വർക്കബിലിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി മീഡിയം ടു ഹൈനേക്കാളും മീഡിയം ടു ലോ വർക്കബിലിറ്റി വരുന്നുണ്ടെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് വേണമല്ലോ. ആ ടെസ്റ്റ് ആണ് കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്. സോ രണ്ടാമത്തെ ടെസ്റ്റിലേക്ക്, വർക്കബിലിറ്റിയുടെ രണ്ടാമത്തെ ടെസ്റ്റിലേക്ക് കടക്കുകയാണ് നമ്മൾ. കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്. സോ കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീഡിയം ടു ലോ വർക്കബിലിറ്റിക്കാണ് സ്യൂട്ടബിൾ. മീഡിയം ടു ലോ വർക്കബിലിറ്റി. മീഡിയം ടു ലോ വർക്കബിലിറ്റിക്കാണ് സ്യൂട്ടബിൾ. സ്ലം ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫീൽഡ് ടെസ്റ്റ് ആയിരുന്നു. കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലാബ് ടെസ്റ്റ് ആണ് കേട്ടോ. ഒരു ലാബ് ടെസ്റ്റ് ആണ്. ലാബ് ടെസ്റ്റ്. ഇനി കോമ്പാക്ഷൻ ഫാക്ടറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് ചോദിച്ചാൽ, ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് വെയിറ്റ് ഓഫ് പാർഷ്യലി കോമ്പാക്റ്റഡ് കോൺക്രീറ്റ്
concrete to weight of fully compacted concrete. Weight of partially compacted concrete to weight of fully compacted concrete. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ഇൻഫർ ചെയ്യാം, that is compaction factor will be always less than 1. Compaction factor will be always less than 1. അപ്പോൾ നമ്മൾ സ്ലം ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ, സ്ലം ടെസ്റ്റ് എന്ന് പറയുന്ന ഇതിൽ നമ്മൾ ഡിഗ്രി ഓഫ് വർക്കബിലിറ്റി വെച്ച് ക്ലാസിഫൈ ചെയ്തു സ്ലംബിന്റെ വാല്യൂ. ഇനി നമ്മൾ ഡിഗ്രി ഓഫ് വർക്കബിലിറ്റി വെച്ചിട്ട് ഏതൊക്കെ കോമ്പാക്ഷൻ ഫാക്ടർ ആണ് വരുന്നത് നോക്കാം. സോ നേരത്തെ എഴുതി അതേ കാര്യങ്ങൾ നമ്മൾ എഴുതാൻ പോവുകയാണ്. വെരി ലോ വർക്കബിലിറ്റി, low workability, medium workability, high workability. അപ്പം നമ്മൾ കോമ്പാക്ഷൻ ഫാക്ടറിന്റെ ബേസിസിലാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വർക്കബിലിറ്റിയെ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പം വെരി ലോ വർക്കബിലിറ്റി ആണെങ്കിൽ കോമ്പാക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 0.7 to 0.8 ആയിരിക്കും. ലോ വർക്കബിലിറ്റി ആണെങ്കിൽ 0.8 to 0.85ഉം, മീഡിയം വർക്കബിലിറ്റി ആണെങ്കിൽ 0.85 to 0.95ഉം, ഹൈ വർക്കബിലിറ്റി ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0.95ഉം ആയിരിക്കും. ഇതാണ് കോമ്പാക്ഷൻ ഫാക്ടർ വെച്ചിട്ടുള്ള വേരിയസ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വേരിയസ് ഡിഗ്രീസ് ഓഫ് വർക്കബിലിറ്റി. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു ലാബ് ടെസ്റ്റിനെ കുറിച്ചാണ്. അത് മീഡിയം ടു ലോ വർക്കബിലിറ്റി ക്രൈറ്റീരിയയിൽ കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ലോ വർക്കബിലിറ്റിക്ക് മാത്രം ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ, ലോ വർക്കബിലിറ്റിക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ, the third one is VB consistometer test. VB consistometer ടെസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് VB consistometer ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലാബ് ടെസ്റ്റ് തന്നെയാണ് ആസ് ലൈക്ക് കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്. ഇത് എന്തിനാണ്, ഏത് ടൈപ്പ് ഓഫ് കോൺക്രീറ്റിനാണ് സ്യൂട്ടബിൾ എന്ന് ചോദിച്ചാൽ ലോ വർക്കബിൾ കോൺക്രീറ്റ്, ലോ വർക്കബിലിറ്റി ഉള്ള കോൺക്രീറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി, സ്ലംബ് കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് വർക്കബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് VB consistometer ടെസ്റ്റ്. അപ്പോൾ ചോദ്യം ഇങ്ങനെയായിരിക്കും വരുന്നത്, VB consistometer ടെസ്റ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതെന്ന് ചോദിക്കാം. VB consistometerന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെസ്റ്റ് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ, സോറി VB അല്ല, വെരി ലോ വർക്കബിലിറ്റിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെസ്റ്റ് ഏതെന്ന് ചോദിക്കും. ഓപ്ഷനിൽ കോമ്പാക്ഷൻ ഫാക്ടറും കാണും, അതേപോലെ VBയും കാണും. അങ്ങനെയാണെങ്കിൽ ഗോ ഫോർ VB. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, വെരി ലോ വർക്കബിലിറ്റിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷനിൽ കോമ്പാക്ഷനും VBയും ഉണ്ടെങ്കിൽ ഗോ ഫോർ VB consistometer ടെസ്റ്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ ഒരു 2 ടെസ്റ്റും കൂടെ ഉണ്ട്. ഞാൻ ആ പേര് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. സ്ലംബിൻ്റെ ഇത് തന്നെയാണ്. ഒന്ന് കെല്ലി ബോൾ ടെസ്റ്റ്, സ്ലംബ് കണ്ടുപിടിക്കാനുള്ള വർക്കബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് തന്നെയാണ്. ഒന്ന് കെല്ലി ബോൾ ടെസ്റ്റ് ആണ്. കെല്ലി ബോൾ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് അഗെയിൻ എ ഫീൽഡ് ടെസ്റ്റ്. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് സ്ലം ടെസ്റ്റ് മാത്രമേ ഫീൽഡ് ടെസ്റ്റ് ആയിട്ടുള്ളൂ എന്ന്. ശരിക്കും കെല്ലി ബോൾ ടെസ്റ്റും ഒരു ഫീൽഡ് ടെസ്റ്റ് ആണ്. കെല്ലി ബോൾ ടെസ്റ്റും ഒരു ഫീൽഡ് ടെസ്റ്റ് ആണ്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ഫ്ലോ ടെസ്റ്റ്. ഇതും കൂടെ ഓർത്ത് വെച്ചിരുന്നാൽ വളരെ നല്ലതായിരിക്കും. സോ കെല്ലി ബോൾ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫീൽഡ് ടെസ്റ്റ് ആണ്, അതർ ദാൻ സ്ലം കോൺ ടെസ്റ്റ് അല്ലെങ്കിൽ സ്ലം ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു പേരും കൂടെ അറിഞ്ഞു വെച്ചേക്കുക, ഫ്ലോ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്രഷ് കോൺക്രീറ്റിലെ ആദ്യത്തെ വ്യക്തിയായ വർക്കബിലിറ്റി എന്ന് പറയുന്ന പോർഷൻ കഴിഞ്ഞിരിക്കുകയാണ്. വർക്കബിലിറ്റി എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ മിക്സിങ്ങിനെ കുറിച്ചാണ്. രണ്ടാമത് നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ മിക്സിങ്ങിനെ കുറിച്ചാണ്. മിക്സിങ്. അപ്പം ബേസിക്കലി 2 ടൈപ്പ് ഓഫ് മിക്സിംഗ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്.
ഒന്ന് ഹാൻഡ് മിക്സിങ്ങും പിന്നൊന്ന് മെഷീൻ മിക്സിങ്ങും. ഒന്ന് ഹാൻഡ് മിക്സിങ്ങും പിന്നൊന്ന് മെഷീൻ മിക്സിങ്ങും. ഹാൻഡ് മിക്സിംഗ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സുപ്പീരിയർ ക്വാളിറ്റി വർക്ക് ആണെങ്കിൽ 10% മോർ സിമെന്റ് ആഡ് ചെയ്യണം. നമ്മൾ പറഞ്ഞിരിക്കുന്ന സിമെന്റ് കണ്ടന്റിനേക്കാളും 10% അധികം സിമെന്റും കൂടി നമ്മൾ ആഡ് ചെയ്യണം. ഏതിനാണ്? ഹാൻഡ് മിക്സിംഗ് ആണ് പോകുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ഹാൻഡ് മിക്സിംഗ് ആണ് പോകുന്നുണ്ടെങ്കിൽ, സുപ്പീരിയർ വർക്കാണ് ചെയ്യുന്നെങ്കിൽ, സുപ്പീരിയർ വർക്കിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ 10% അധികം സിമെന്റ് ആഡ് ചെയ്യണം. അതേപോലെ തന്നെ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ്, നമ്മൾ ആ കോൺക്രീറ്റ് മിക്സ് ചെയ്ത കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് 3 തവണ ടേൺ ചെയ്യണം, എടുത്ത് മറിക്കണം, ഷവലിൽ മറിക്കണം. സോ ഇറ്റ് ഷുഡ് ബി ടേൺഡ് 3 times. should be turned 3 times. ഇനി മെഷീൻ മിക്സിംഗിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അറിയേണ്ടത് മാത്രമേ ഉള്ളൂ. ടൈം ഓഫ് മിക്സിംഗ്. ടൈം ഓഫ് മിക്സിംഗ് എന്ന് പറയുന്നത് should not be less than 1 minute. should not be less than 1 minute. ടൈം ഓഫ് മിക്സിംഗ്. ഇനി മിക്സ് ചെയ്യുന്ന ആ ഒരു മിക്സറിന്റെ റെവല്യൂഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ 15 revolutions per minute ആണ് കേട്ടോ. 15 revolutions per minute. സോ ടൈം ഓഫ് മിക്സിംഗ് എന്ന് പറയുന്നത് should not be less than 1 minute ആൻഡ് റെവല്യൂഷൻസ് എന്ന് പറയുന്നത് 15 revolutions per minute കൂടെയാണ്. സോ രണ്ടാമത്തെ ഇതും കഴിഞ്ഞു, മിക്സിംഗ് എന്ന് പറയുന്ന സ്റ്റേജും കഴിഞ്ഞു പ്രോപ്പർട്ടീസ് ഓഫ് ഫ്രഷ് കോൺക്രീറ്റിൽ. ഒരെണ്ണം കൂടെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്രഷ് കോൺക്രീറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതെന്ന് പറയുന്നത് ക്യൂറിംഗ് ആണ്. അപ്പോൾ ക്യൂറിംഗ് നമുക്കറിയാം, ഒന്നെങ്കിൽ പോണ്ട് ചെയ്യുക, നമ്മൾ കെട്ടി നിർത്തി വെള്ളം കെട്ടി നിർത്തുക, അല്ലെങ്കിൽ ചാക്ക് വെച്ച് കെട്ടി വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള ടെക്നിക്സ് നമ്മൾ കേട്ട് കാണും. പക്ഷെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു പോയിന്റിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ക്യൂറിംഗ് ടെക്നിക്സിൽ തന്നെ ആക്സിലറേറ്റഡ് ക്യൂറിംഗ് ടെക്നിക്സ്. ആക്സിലറേറ്റഡ് ക്യൂറിംഗ് ടെക്നിക്സ് 3 പേരുടെ പേരുകൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി ആക്സിലറേറ്റഡ് ക്യൂറിംഗ് ടെക്നിക്സിൽ. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇലക്ട്രിക് ക്യൂറിംഗ്. ഇലക്ട്രിക് ക്യൂറിംഗ്. രണ്ടാമത്തത് സ്റ്റീം ക്യൂറിംഗ്. മൂന്നാമത്തത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ക്യൂറിംഗ്. ഇൻഫ്രാറെഡ് റേഡിയേഷൻ ക്യൂറിംഗ്. ഇൻഫ്രാറെഡ് റേഡിയേഷൻ ക്യൂറിംഗ്. അപ്പം ഈ 3 പേരുകൾ ക്യൂറിങ്ങിൻ്റെ ടെക്നിക്കായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, ചോദിച്ചാൽ നല്ലതായിരിക്കും. സോ ക്യൂറിംഗ്, ആക്സിലേറ്റഡ് ക്യൂറിങ്ങിനെ കുറിച്ചാണ്. ക്യൂറിംഗ് എന്ന് പറയുന്നത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഹൈഡ്രേഷൻ ഓഫ് സിമെന്റ് പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്യൂറിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത പറയാൻ പോകുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കംപ്രസീവ് സ്ട്രെങ്ത്. കംപ്രസീവ് സ്ട്രെങ്തിന്റെ ഫാക്ടേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ അടുത്ത ഹെഡിങ് എഴുതുക, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കംപ്രസീവ് സ്ട്രെങ്ത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കംപ്രസീവ് സ്ട്രെങ്ത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കംപ്രസീവ് സ്ട്രെങ്ത്. അപ്പം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കംപ്രസീവ് സ്ട്രെങ്തിലെ ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സൈസ് ഫാക്ടർ ആണ്. സൈസ് ഫാക്ടർ. സോ കമ്പയർഡ് 150 mm അല്ലെങ്കിൽ 15 സെന്റിമീറ്റർ സൈസ് ഉള്ള ക്യൂബിനെ കമ്പയർ ചെയ്യുമ്പോൾ 100 mm ക്യൂബ്, 10 സെന്റിമീറ്റർ ക്യൂബ് സൈസ് ഉള്ള ക്യൂബ് ഈസ് 5% മോർ സ്ട്രോങ്ങർ. Compared to 150 mm cube, 100 mm cube is 5% more stronger. Compared to 150 mm cube, 100 mm cube is 5% more stronger. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷനിലോട്ട് പോവാണ്, ഷേപ്പ് ഫാക്ടർ. ഷേപ്പ് ഫാക്ടറിൽ എന്താ പറയേണ്ടതെന്ന് ചോദിച്ചാൽ സിലിണ്ടർ സ്ട്രെങ്തിനെ ക്യൂബ് സ്ട്രെങ്തിനും കൂടെ വെച്ചിട്ടാണ് പറയുന്നത്. ദാറ്റ് ഈസ് ക്യൂബ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ക്യൂബ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്
1.25 ടൈംസ് ദി സിലിണ്ടർ സ്ട്രെങ്ത് ആണ്. ടൈംസ് ദി സിലിണ്ടർ സ്ട്രെങ്ത് ആണ് ഷേപ്പ് ഫാക്ടറിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ടായിരുന്നത്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റപ്ചർ ആണ്. മോഡുലസ് ഓഫ് റപ്ചർ. മോഡുലസ് ഓഫ് റപ്ചർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ടു ഫൈൻഡ് ദി ഫ്ലക്ചറൽ സ്ട്രെങ്ത്. ഫ്ലക്ചറൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ മോഡുലസ് ഓഫ് റപ്ചർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മോൾഡിന്റെ സൈസ് അറിഞ്ഞിരിക്കുക. 15x15x70 സെന്റിമീറ്റർ. 15x15x70 സെന്റിമീറ്റർ. അടുത്തത് നമുക്ക് പഠിക്കേണ്ട നാലാമത്തെ പ്രോപ്പർട്ടിയാണ്. നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. ടെൻസൈൽ സ്ട്രെങ്ത്. അപ്പം ടെൻസൈൽ സ്ട്രെങ്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഒരു കോൺക്രീറ്റിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് കിട്ടുക എന്ന് ചോദിക്കുകയാണെങ്കിൽ വേറൊന്നുമില്ല, ഇറ്റ് ഈസ് ഇൻഡയറക്ട്ലി ഒബ്റ്റൈൻഡ് ഫ്രം സ്പ്ലിറ്റ് ടെൻസൈൽ ടെസ്റ്റ്. ഇറ്റ് ഈസ് ഇൻഡയറക്ട്ലി, ഡയറക്റ്റ് ആയിട്ടല്ല നമുക്ക് കിട്ടുന്നത്, ഇൻഡയറക്ട്ലി ആണ് കിട്ടുന്നത്. സ്പ്ലിറ്റ് ടെൻസൈൽ ടെസ്റ്റിൽ നിന്നാണ് നമുക്ക് ഇൻഡയറക്ട്ലി കിട്ടുന്നത്. യൂസ് ചെയ്യുന്നത് സിലിണ്ടർ ആണ്. സിലിണ്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പെസിമെൻ ആയിട്ട്. ആ സിലിണ്ടറിന്റെ ആ സ്പെസിമെന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 15 സെന്റിമീറ്ററും ഹൈറ്റ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്ററുമാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്ററും ആണ്. അപ്പം ഇത്രയുമാണ് നമുക്ക് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയാൻ പറ്റുന്നത്. ഇനി അടുത്തത് വാട്ടർ സിമെന്റ് റേഷ്യോ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് സ്ട്രെങ്തിനെ കുറിച്ച്, നമ്മൾ കംപ്രസീവ് സ്ട്രെങ്തിനെ കുറിച്ച് ഏകദേശം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വാട്ടർ സിമെന്റ് റേഷ്യോനെ കുറിച്ചിട്ടാണ്. വാട്ടർ സിമെന്റ് റേഷ്യോ. വാട്ടർ സിമെന്റ് റേഷ്യോ ഒരു ലോ വച്ചിട്ടാണ് പറയുന്നത്. ആ ലോയിനെ വിളിച്ച പേര് എബ്രാംസ് ലോ എന്നാണ്. എബ്രാംസ് ലോ. വാട്ടർ സിമെന്റ് റേഷ്യോയിൽ എബ്രാംസ് ലോ ആണ് പറഞ്ഞിരിക്കുന്നത്. എബ്രാംസ് ലോ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് ദ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വാട്ടർ സിമെന്റ് റേഷ്യോ. അതായത് വാട്ടർ സിമെന്റ് റേഷ്യോ കൂടുകയാണെങ്കിൽ കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് കുറയും, അല്ലെങ്കിൽ നേരെ തിരിച്ച്. അപ്പൊ എന്താണ്? സ്റ്റേറ്റ്സ് ദാറ്റ് ദ സ്ട്രെങ്ത് ഓഫ് ദി കോൺക്രീറ്റ്, ദ സ്ട്രെങ്ത് ഓഫ് ദി കോൺക്രീറ്റ് ഈസ് inversely proportional to water cement ratio. The strength of the concrete is inversely proportional to water cement ratio. ഇതാണ് ആര് പറഞ്ഞത്? എബ്രാംസ് ലോ എന്ന വ്യക്തി സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നോർമൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ സിമെന്റ് റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് 0.4 to 0.6. സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.4 to 0.6 എന്ന് പറയുന്ന റേഞ്ചിലായിരിക്കും യൂസ് ചെയ്യുന്നത്. മാക്സിമം 0.6 ആണ്. മാക്സിമം നമ്മൾ 0.6 വരെ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പം ഏകദേശം നമ്മൾ അഗ്രിഗേറ്റ്സിനെ കുറിച്ച് കവർ ചെയ്തു. അഗ്രിഗേറ്റ്സിന്റെ ഏകദേശം കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടീസും കവർ ചെയ്തു. ഇനി നമുക്ക് പഠിക്കേണ്ടത് അഡ്മിക്സ്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അഡ്മിക്സ്ചേഴ്സിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു അഡ്മിക്സ്ചേഴ്സും കൂടെ കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. സോ വി ആർ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ദി കോൺക്രീറ്റ്, ദാറ്റ് ഈസ് അഡ്മിക്സ്ചേഴ്സ്. അപ്പോൾ ഈ അഡ്മിക്സ്ചേഴ്സ് എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടീസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം അതിനുവേണ്ടി എൻഹാൻസ് ചെയ്യുന്ന ആദ്യത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആക്സിലറേറ്റേഴ്സ് ആണ്. ആക്സിലറേറ്റേഴ്സ് എന്ന് പറയുന്ന അഡ്മിക്സ്ചർ എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ടു ഇൻക്രീസ് ദി സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് കൂട്ടുക, അതേപോലെ തന്നെ സെറ്റിംഗ് ടൈം
സെറ്റിംഗ് ടൈം കുറയ്ക്കാനും വേണ്ടി, സെറ്റിംഗ് ടൈം കുറയ്ക്കാനും അതേപോലെ തന്നെ സ്ട്രെങ്ത് കൂട്ടാനും വേണ്ടിയാണ് ആക്സിലറേറ്റർ ആഡ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാൽഷ്യം ക്ലോറൈഡ് ആക്സിലറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അഡ്മിക്സറാണ് കാൽഷ്യം ക്ലോറൈഡ്. ഇനി രണ്ടാമത്തെ ഇതിലേക്ക് പോകുമ്പോൾ റീറ്റാർഡേഴ്സിലേക്ക് വരുമ്പോൾ റീറ്റാർഡേഴ്സ് എന്തിനാണ് ചെയ്യുന്നത് ചോദിച്ചാൽ സെറ്റിംഗ് ടൈം കൂട്ടാൻ വേണ്ടിയാണ് കേട്ടോ. സെറ്റിംഗ് ടൈം കൂട്ടുക എന്നുള്ള ഒരൊറ്റ ഫംഗ്ഷനാണ് നമ്മൾ റീറ്റാർഡേഴ്സ് എന്ന് പറയുന്ന യൂണിറ്റ് അല്ലെങ്കിൽ ആ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. സോ റീറ്റാർഡേഴ്സിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജിപ്സം, സിമെന്റിൽ പറഞ്ഞില്ലേ സെറ്റിംഗ് ടൈം കൂട്ടാൻ വേണ്ടി ആഡ് ചെയ്യുന്ന ഒരു വ്യക്തി ജിപ്സം. അപ്പം അതിനെയാണ് ജിപ്സം എന്ന് പറയുന്നത്, റീറ്റാർഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ അഡ്മിക്സ്ചർ എന്ന് പറയുന്നത് പ്ലാസ്റ്റിസൈസേഴ്സ് ആണ്. പ്ലാസ്റ്റിസൈസേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ വർക്കബിലിറ്റി കൂട്ടണം വിത്തൗട്ട് ഇൻക്രീസിങ് ദ വാട്ടർ കണ്ടന്റ്. വെള്ളം ഒഴിക്കാതെ വർക്കബിലിറ്റി കൂട്ടുക എന്നുള്ള ഒരു ഫംഗ്ഷനാണ് ആര് ചെയ്യുന്നത്? പ്ലാസ്റ്റിസൈസേഴ്സ് ചെയ്യുന്നത്. സോ അതിന്റെ പോയിന്റ് ഇങ്ങനെയാണ്, ടു ഇൻക്രീസ് ദ വർക്കബിലിറ്റി വിത്തൗട്ട് ഇൻക്രീസിങ് ദി വാട്ടർ കണ്ടന്റ്. To increase the workability without increasing the water content. To increase the workability without increasing the water content. അതിനെയാണ് പ്ലാസ്റ്റിസൈസർ എന്ന് പറയുന്നത്. അടുത്തത് ഫൈനൽ അഡ്മിക്സ്ചർ ആണ് എയർ എൻട്രെയിനിങ് അഡ്മിക്സ്ചർ. എയർ എൻട്രെയിനിങ് അഡ്മിക്സർ എന്ന് പറയുന്നത് നമ്മൾ ആ അഡ്മിക്സർ ഈ അഡ്മിക്സർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് എയർ ഇൻഡ്യൂസ് ചെയ്യുകയാണ്. കോൺക്രീറ്റിലേക്ക് എയർ ഇൻഡ്യൂസ് ചെയ്യുന്നു. എന്തിനാണ് എയർ ഇൻഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ടു ഇൻക്രീസ് ദി വർക്കബിലിറ്റി കൂട്ടാൻ വേണ്ടി. ടു ഇൻക്രീസ് ദി വർക്കബിലിറ്റി കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എയർ എൻട്രെയിനിങ് അഡ്മിക്സർ എന്ന് പറയുന്ന അഡ്മിക്സർ യൂസ് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് നമുക്ക് അഡ്മിക്സ്ചർ എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റിനെ കുറിച്ച് പറയേണ്ടതുണ്ടായിരുന്നത്. അത് നമുക്ക് അഡ്മിക്സ്ചറിനെ കുറിച്ച് പറയേണ്ടി വന്നിരുന്നത്. ഇനി അഡീഷണൽ ആയിട്ട് പറയേണ്ട കുറച്ച് പോയിന്റ്സുകൾ ഞാൻ പറഞ്ഞു തരാം. വാട്ടർ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു. വാട്ടറിന്റെ pH അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. നമ്മൾ വെള്ളം ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു. സിമെന്റും അഗ്രിഗേറ്റും വെള്ളവും അഡ്മിക്സ്ചർ ആഡ് ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ നമ്മൾ വെള്ളത്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പം വെള്ളത്തിനെ കുറിച്ച് പറയേണ്ടത് ഒറ്റ പോയിന്റ് ആണ്, ദ pH ഓഫ് ദി വാട്ടർ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 6 ഓർ ഇറ്റ് ഷുഡ് ബി ഇൻ ദ റേഞ്ച് ഓഫ് 6 to 8 എന്ന് വേണം പറയാൻ. ഷുഡ് ബി ഇൻ ദ റേഞ്ച് ഓഫ് 6 to 8 എന്ന് വേണം കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ പറയേണ്ടിയുള്ളത്. ഇനി ഈ ഒരു കോൺക്രീറ്റ് ടെക്നോളജിയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ഒറ്റ കാര്യം കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സെഷൻ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് വേറൊന്നുമില്ല, ഇതിന്റെ മിക്സ് പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ മിക്സ് പ്രൊപ്പോർഷൻ പറയുന്നത് ഞാൻ M25 തൊട്ടാണ്. M25 നേരെ താഴോട്ട് നമുക്ക് പോവാം. M25 പറയും, M20 പറയും, M15, M10, M7.5 and finally M5. So M25ന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 1:1:2. M20യുടെ പ്രൊപ്പോർഷൻ 1:1.5:3. M15 എന്ന് പറയുന്നത് 1:2:4. M10 എന്ന് പറയുന്നത് 1:3:6. M7.5 എന്ന് പറയുന്നത് 1:4:8. ആൻഡ് M5 എന്ന് പറയുന്നത് 1:5:10. അപ്പം ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ മിക്സ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അതായത് 1:1:2 എന്ന് പറയുന്നത് ഒരു പോർഷൻ സിമെന്റിന്റെ കൂടെ ഒരു പോർഷൻ ഫൈൻ അഗ്രിഗേറ്റും 2 പോർഷൻ കോഴ്സ് അഗ്രിഗേറ്റും ആഡ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൻ്റെ ഒരു പാർട്ട് 1 part ഓഫ് സിമെന്റ് ഈസ് മിക്സ്ഡ് വിത്ത് 1 part ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് ആൻഡ് 2 part ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് നമുക്ക് മിക്സ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന കാര്യത്തിനെ കുറിച്ച് പഠിക്കേണ്ടിയിരുന്നത്.
ഇനി അറിഞ്ഞിരിക്കേണ്ടത്, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ് ഉണ്ട്. ഒരു സിമെന്റ് ബാഗിന്റെ വെയിറ്റ് നമ്മൾ പഠിച്ചായിരുന്നു. എത്രയായിരുന്നു? ഒരു സിമെന്റ് ബാഗിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 50 കിലോഗ്രാം ആണ്. ചിലപ്പം ഒരു 10 സിമെന്റ് ബാഗ് അടുക്കി വെക്കുമ്പോൾ എത്ര ഹൈറ്റ് ആണെന്ന് ചോദിക്കാം. 10 സിമെന്റ് ബാഗ് അടുക്കി വെക്കുമ്പോൾ. അങ്ങനെ അറിയണമെങ്കിൽ സിമെന്റ് ബാഗിന്റെ സൈസ് അറിയണം. സിമെന്റ് ബാഗിന്റെ സൈസ് എന്ന് പറയുന്നത് 70/35/14 സെന്റിമീറ്റർ ആണ്. 70/35 സെന്റിമീറ്റർ. അപ്പോൾ 10 സിമെന്റ് ബാഗ് അടുക്കി വയ്ക്കുമ്പോൾ 140 സെന്റിമീറ്റർ ആയിരിക്കും ഹൈറ്റ് ഇല്ലേ? ഇതാണ് തിക്നെസ് 14 സെന്റിമീറ്റർ. അപ്പം ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 140 സെന്റിമീറ്റർ കറക്റ്റ് ആയിട്ട് കിട്ടും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഇത്രയുമാണ് നമുക്ക് കോൺക്രീറ്റ് ടെക്നോളജി എന്ന് പറയുന്ന സെഷനിൽ പഠിക്കേണ്ടിയിരുന്നത്. ഇനിയും നമുക്ക് വീണ്ടും ഒരു സെഷനിൽ മീറ്റ് ചെയ്യാം. ടിൽ ദെൻ താങ്ക് യു.